ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയെ കളിയാക്കാൻ വേണ്ടി നോക്കിയ മധുസൂദൻ ഇട്ടിട്ട് നമ്മുടെ സച്ചി കണക്കിന് കൊടുക്കുന്നുണ്ട്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കലിപ്പിലാണ്. ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിലും വലിയൊരു പ്രശ്നം നടന്നിട്ട് നമ്മുടെ കാര്യത്തെക്കുറിച്ച് മറന്നല്ലോ. കാരണം ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യത്തെക്കുറിച്ച് ഇനി ചന്ദ്രമതി ചോദിക്കില്ലല്ലോ. അതിനേക്കാൾ വലിയൊരു പ്രശ്നമായല്ലോ. അതിനെക്കുറിച്ചാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിരുന്നിട്ട്, അമ്മ എന്താണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ട് വന്നത്? എനിക്ക് വിശക്കുന്നുണ്ട്, പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ എന്ന് ചോദിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് കാലി തുള്ളുകയാണ് കേട്ടോ. ഞാനേ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഒരു വിശപ്പ്. അത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ശ്രുതി ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം. തുടർന്ന് ശ്രുതി തന്നെ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇത്രയും ടെൻഷനൊക്കെ അടിക്കുന്നത്? അമ്മയ്ക്ക് തന്നെ BP കൂടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ അങ്ങ് ചത്തു പോകുന്നതാണ് നല്ലതെന്ന് ചന്ദ്രമതി. അയ്യോ ആന്റി, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കും. ഇനി ഞാൻ എങ്ങനെ പുറത്ത് തലയുയർത്തി നടക്കുക? എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കേട്ട് പോയി, പ്രത്യേകിച്ച് വർഷയുടെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ. അതുകൊണ്ടാണ് ഞാന് ആ കുടിക്കുന്നവരുടെ അടുത്ത് വരരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. എന്റെ വാക്ക് ആരെങ്കിലും കേട്ടോ? ചന്ദ്രമതിയുടെ ആ സംസാരം കേട്ടുകൊണ്ടാണ് രവി ഉള്ളിലേക്ക് കയറി വരുന്നത്. രവിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ സമാധാനായോ? കുടുംബം മൊത്തം നാണം കെട്ടിട്ടല്ലേ വന്നത്? ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ നിങ്ങളുടെ മകന്റെ അടുത്ത് വരണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ 1000 പ്രശ്നം ഉണ്ടാക്കുമെന്നും നിങ്ങൾ വല്ലതും കേട്ടായിരുന്നോ? അവൻ വന്നിട്ടില്ലെങ്കിൽ ഞാനും വരില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അച്ഛന്റെ ഒരു സ്നേഹം ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച് വെച്ചില്ലേ നിങ്ങളുടെ മകൻ? അതിനെ എരിവ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്. അങ്കിൾ, സച്ചിയെ അങ്കിൾ ഒരുപാട് വിശ്വസിച്ചു. ഇപ്പൊ എന്താ ചെയ്തെന്നുള്ള കാര്യം കണ്ടില്ലേ? വർഷയുടെ അച്ഛൻ വലിയവനാണെന്നുള്ള കാര്യം പോലും ഓർക്കാതെ അടിച്ചില്ലേ പോയിട്ട്? ഇതെല്ലാം വലിയ തെറ്റാണ് അങ്കിൾ. തുടർന്ന് ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, അവൻ പോകുന്നവരും വരുന്നവരെയൊക്കെ അടിക്കുന്നുണ്ടല്ലോ. അപ്പോഴൊന്നും ചോദ്യം ചെയ്യാണ്ട് നിന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പാപ ചെയ്തെന്നുള്ള കാര്യം അറിയില്ല. അവൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. ഇനി എങ്ങനെയാണ് ഞാൻ വർഷയുടെ വീട്ടുകാരുടെ മുമ്പിൽ പോയി നിൽക്കുക? ആ മഹിമ 100 തവണ എന്റെ അടുത്ത് പറഞ്ഞതാണ് അവരെ അപമാനിക്കരുത്, അവരുടെ പേര് കടത്തരുത് എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. ഇപ്പൊ അവര് പറഞ്ഞതുപോലെ തന്നെ നടന്നു. ഇനി അവരെങ്ങനെ എന്നെ മതിക്കുക? ഇങ്ങനെ ചെയ്തല്ലോ ആ കുടിക്കുന്നവൻ. അവന്റെ കൂടെ ഒരുത്തിയുണ്ടല്ലോ, അവനെ എരിപിരി കയറ്റി വിടും. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ രവി പ്രത്യേകിച്ച് അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ശ്രീകാന്തും വർഷയും വന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് സുധിയുടെ അടുത്ത് ചോദിക്കുന്നത്, സുധി മറുപടിയായിട്ട് അവർ രണ്ടുപേരും വർഷയുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെയാ നമ്മുടെ വീട്ടിലേക്ക് അവരെ അയക്കുക? അവളെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നില് ശ്രീകാന്തും പോയി. ശ്രീകാന്തിന്റെ അടുത്ത് ഞാൻ അത്രയും സംസാരിച്ചല്ലേ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ, നിങ്ങൾ ഇനി എന്ത് സംസാരിച്ചിട്ടും എന്താ കാര്യം? ഈ വീട്ടിലുള്ളവർക്ക് ഇനി ഒരു മര്യാദ ഉണ്ടാവില്ല. തേരെടുത്തിട്ട് തെരുവിൽ കൊണ്ടേ വിട്ടു നിങ്ങളുടെ മകൻ. ഞാൻ പറയുന്നത് നേരത്തെ കേട്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ഇപ്പൊ നീ എന്തിനാ ഇവിടെ കിടന്ന് തുള്ളുന്നത്? എനിക്ക് പ്രാന്താണ്, അതുകൊണ്ടാണ് ഞാൻ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടിയുള്ളൂ. അധികം വൈകാതെ അതും സംഭവിക്കും. ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒറ്റ ഒരാളാണ്. ആ പൂക്കിട്ടുന്നവളെ എന്നാണോ ഇങ്ങോട്ട് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അന്ന് തുടങ്ങിയതാണ്. അവള് പുറത്ത് പൂ വെക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ മാനവും അവള് തെരുവിൽ കൊണ്ടുപോയി വിറ്റു. ഇനി പൂ വിൽക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിന്റെ മാനവും കൂടി ചേർത്തിട്ട് വിൽക്കാൻ വേണ്ടി പറ അവളെടുത്ത്. മതി, ഇനി കൂടുതൽ നീ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. സച്ചിയെ മാത്രം തെറ്റ് പറഞ്ഞിട്ട് എന്താവാൻ പോകുന്നത്? ആ മധുസൂദനൻ പറഞ്ഞതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണോ? നമ്മുടെ വീട്ടിലെ പെണ്ണിനെയാണ് അവൻ കള്ളി എന്നുള്ള കാര്യം ആക്കാൻ നോക്കിയത്. സ്വന്തം ഭാര്യയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ട് ഏത് ഭർത്താവിനാ ദേഷ്യം വരാത്തത്? രേവതി എന്താ ചെയിന് മോഷ്ടിക്കുന്നവളാണോ? ആർക്കറിയാം, അവള് വേണമെങ്കിൽ അതും ചെയ്യുമെന്ന് ചന്ദ്രമതി പറയുമ്പോ ചന്ദ്രമതിയും കൂടെ പിടിച്ചങ്ങ് മാറ്റിട്ട് പറയുന്നുണ്ട്, നീ എന്ത് ഭർത്താനാ പറയുന്നത്? നീ നിന്റെ കാശ് കൊണ്ട് മേടിച്ച സ്വർണ്ണാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് കേട്ട ഉടനെ തന്നെ അവളുടെ സ്വന്തം സ്വർണം മൊത്തം നിനക്ക് കൊണ്ടു തന്നവളാണ് അവള്. ഭർത്താവിന്റെ കൈകൊണ്ട് മേടിച്ചു തന്നെ സ്വർണം മാത്രമേ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ഞക്കയറ് കെട്ടിക്കൊണ്ട് നടക്കുന്നവളാണ് അവള്. ദിവസവും വൈകുന്നേരം വരെ നിന്ന് കഷ്ടപ്പെടുന്നു. ഇനി മേലെ ഇതുപോലെ സംസാരിക്കരുത് എന്നുള്ള കാര്യം കൈ ചൂണ്ടിയിട്ട് പറയാണ് കേട്ടോ ചന്ദ്രമതിയുടെ അടുത്ത്. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ ടോണ് മാറാണ് കേട്ടോ. അല്ല, വർഷയുടെ അച്ഛൻ എന്തോ കണ്ണിൽ കണ്ടതല്ലേ പറഞ്ഞത്? നമ്മൾ കാണുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നതെല്ലാം തെറ്റായിട്ട് തോന്നുള്ളൂ. അയാളെന്താ അത്ര വലിയ യോഗ്യനാണ്? ഞാൻ ജോലിയിലിരിക്കുന്ന സമയത്ത് എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തോരം പണം മോഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ? അയാളാണോ രേവതിയെ കുറിച്ച് സംസാരിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ, അവളെ നിങ്ങൾ വിട്ടുകൊടുക്കോ? നീ കൂടുതൽ സംസാരിക്കരുത്, നിന്റെ വായ അഴുകി പോകുന്നു പറയാണ്. അപ്പോഴേക്കും സുധി, അങ്ങനെ ഒരു തെറ്റ് അവര് പറഞ്ഞെങ്കിലും അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് അവൻ ട്രൈ ചെയ്യണമായിരുന്നു. അല്ലാതെ അവരടിച്ചത് ന്യായമാണോ?
ഞാനെന്ന് ഞാൻ എപ്പോഴാടാ പറഞ്ഞത്? പക്ഷെ അയാളും വലിയ മനുഷ്യനല്ലേ, അയാളും അത് രീതിയിൽ നടക്കണ്ടേ? അപ്പോഴേക്ക് ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, അങ്കിൾ സച്ചി കുറച്ച് സമാധാനമായിട്ട് നിൽക്കണമായിരുന്നു. വർഷയും ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവളുടെ അച്ഛനെ അവളുടെ കൺമുമ്പിൽ വെച്ച് അടിക്കുന്ന സമയത്ത് അവൾക്ക് എന്തോരം ഫീൽ ചെയ്തിട്ടുണ്ടാകും. അവൾ ഇനി എങ്ങനെ ഈ വീട്ടിലേക്ക് കയറി വരിക? എത്രയും പറഞ്ഞിട്ടും അവൾ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. ശ്രീകാന്തും കൂടെ പോയി. അവിടെ പോയിട്ട് അവരുടെ മകനായിട്ട് ജീവിക്കുന്നുള്ള കാര്യം പറയുമ്പോൾ നീ കൂടുതൽ കൽപ്പിച്ചുണ്ടാക്കൊന്നും വേണ്ട. നമ്മുടെ പയ്യൻ ഒരിക്കലും അങ്ങനെയൊന്നും പോവില്ല. ഞാൻ അവന്റെ അടുത്ത് സംസാരിക്കാം. രവി എന്നിട്ട് ശ്രീകാന്തിനെ വിളിക്കാണ് കേട്ടോ. ആദ്യം വിളിക്കാവുന്ന സമയത്ത് എടുക്കുന്നില്ല കേട്ടോ, പിന്നെ രണ്ടാമത് വിളിക്കുമ്പോഴാണ് എടുക്കുന്നത്. എന്താടാ നീ എവിടെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വർഷയുടെ വീട്ടിലാണ് ഉള്ളത്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെ. നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അതിനെച്ചാൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ, നിന്റെ മേലെ തെറ്റൊന്നുമില്ലല്ലോ. ഇങ്ങനെയാവുന്ന ആരാ വിചാരിച്ചത്? അച്ഛ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയില്ല. ഞാൻ വളരെ ഫെഡപ്പാണ് അച്ഛ. മെന്റലി ഞാൻ ഭയങ്കര ടയേർഡാണ്. എന്താടാ അത്രയും മനസ്സ് വിഷമിക്കുന്ന രീതിയിലൊക്കെ നീ സംസാരിക്കുന്നത്? അതിന് മാത്രം എന്താ ഉണ്ടായത്? ഡിസൈനായിട്ട് അച്ഛ എനിക്ക് മാത്രം പ്രശ്നം തേടി തേടി വരുവാണ്. അതും കൂടെയുള്ള ആൾക്കാർ കാരണം. കൂടെ ഇരിക്കുന്ന ആൾക്കാരല്ലേടാ നമുക്ക് പ്രശ്നം തരുള്ളൂ, അല്ലാതെ നമ്മൾ സ്വയം നമുക്ക് വേണ്ടിയിട്ട് പ്രശ്നം കൊടുക്കുവോ? അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അച്ഛ, ഞാൻ ചെയ്യുന്ന തെറ്റിന് ഞാൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. മനസ്സിലായടാ? നിന്റെ അമ്മായപ്പനാണെന്നുണ്ടെങ്കിൽ വായ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. സച്ചിയും ദേഷ്യം പിടിച്ചിട്ട് കൈനീട്ടി. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവൻ വായ കൊണ്ട് സംസാരിക്കണമായിരുന്നു. അവൻ കൈനീട്ടി. ഞാനും അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവനെ കുറിച്ച് നിനക്കറിയാലോ, അവൻ മുന്നും പിന്നും നോക്കാതെ ഓരോന്നും ചെയ്യും. അച്ഛ അതുകൊണ്ട് ഞാനല്ല ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് ശ്രീകാന്ത്. ഇവിടെ വർഷയും എന്ത് പറഞ്ഞിട്ടാണ് അച്ഛൻ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവൂടാ. സംസാരിച്ച് തീർക്കാൻ വേണ്ടി പറ്റാത്ത പ്രശ്നം ഒന്നുമില്ല. നിങ്ങൾ തിരിച്ചു വാ, നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. അവള് ഭയങ്കര ദേഷ്യത്തിലാണ് അച്ഛ എന്നുള്ള കാര്യം പറയുമ്പോ അച്ഛനടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പെണ്ണും ദേഷ്യത്തിൽ തന്നെയായിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷെ നിങ്ങൾ വീട്ടിലേക്ക് വരാണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? അത് ഉള്ള പ്രശ്നം വീണ്ടും വലുതാക്കുകയല്ലേ ചെയ്യുക. നീ സമാധാനിപ്പിച്ചിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. ഇപ്പൊ അങ്ങോട്ട് വന്നാല് ശരിയാവുമെന്ന് തോന്നുന്നില്ല അച്ഛ എന്നുള്ള കാര്യം പറയണേ. എന്താണ് അങ്ങനെ പറഞ്ഞത്? എനിക്കും അങ്ങോട്ട് വരണമെന്ന് തോന്നുന്നില്ല അച്ഛ. അപ്പൊ നിനക്ക് ഞങ്ങളുടെ ആരെയും വേണ്ടേ? എനിക്ക് അച്ഛ എന്താ തീരുമാനിക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ല, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് കേട്ടോ ശ്രീകാന്ത്. രവിയാണെന്നുണ്ടെങ്കിൽ ഹോളിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് വർഷയും ശ്രീകാന്ത് വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവര് വരാതെ പിന്നെ എവിടെ പോവാനാ? നീ വെറുതെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും പോയി കഴിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് രവി അവിടെ പോയിരിക്കുകയാണേ. ചന്ദ്രപതി സുധീരുടെ അടുത്തും അതുപോലെ സുധീരുടെ അടുത്തായിട്ട് പറയുന്നുണ്ട് കേട്ടോ. രവിയേട്ടൻ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ട്. ശ്രീകാന്ത് ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആന്റി പേടിക്കണ്ട, അവരെന്തായാലും വരും. ആന്റിക്ക് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് തരട്ടെ, കഴിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കിപ്പോ ഒന്നും വേണ്ട, എന്നെ കുറച്ച് നേരത്തേക്ക് തനിയെ വിടാൻ വേണ്ടി പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി വാ, അമ്മ കുറച്ചു നേരം തനിയെ ഇരിക്കട്ടെ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. തുടർന്ന് നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടി കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രേവതി ആകെ വിഷമത്തിലാണ്. സച്ചി അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ നിർത്തിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സിംഗപ്പൂരേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അതുവഴി മലേഷ്യയിലൊക്കെ പോയിട്ട് ശ്രുതിയുടെ അച്ഛനെയും കണ്ടിട്ട് വരാം എന്നുള്ള കാര്യം പറയാണ്. എന്തിനാ? അവളുടെ അച്ഛനെയും കൂടി അടിക്കാനാണെന്ന് രേവതി. ഇപ്പൊ എന്തിനാ നിങ്ങൾ ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി നിർത്തിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രാവിലെ മുതൽ നിൽക്കുവാണ്, ഒന്നും കഴിച്ചിട്ടില്ല, വാ എന്തെങ്കിലും കഴിക്കാം. സച്ചി ഹോട്ടലിലേക്ക് കയറുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്ന്. വീട്ടിലേക്ക് പോയെന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഭക്ഷണം കഴിപ്പിക്കാത്ത വിധത്തില് നിന്റെ അമ്മായിമ്മ കിടന്ന് തുള്ളും, മാനം പോയി അത് ഇതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനും വേണ്ടി പറ്റില്ല. അവര് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശക്തി വേണ്ടേ? ശരീരത്തിന് ശക്തി കിട്ടും, പക്ഷെ മനസ്സിന് ശക്തി ഉണ്ടാവില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ശരീരത്തിന് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിന് ശക്തി ഉണ്ടാവും എന്നുള്ള കാര്യം അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. മുന്നും പിന്നും നോക്കാതെ പോയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണോ അച്ഛമ്മ പറഞ്ഞു തന്നതെന്നുള്ള കാര്യം ചോദിക്കും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അച്ഛമ്മയാണ് അവിടെ ഉണ്ടായിരുന്ന വെച്ചാൽ അയാൾ ഉറപ്പായിട്ടും അടിക്കുമായിരുന്നു. നല്ല കാര്യം അച്ഛമ്മ അവിടെ ഇല്ലാണ്ടായതെന്നുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും നിങ്ങളെ പോലെ ആരും ഉണ്ടാവില്ല. മുന്നും പിന്നാതെ നോക്കാതെ അടിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ ആരാ മുന്നും പിന്നെ നോക്കാതെ അടിച്ചത്? അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്ത് അടിച്ചതാണോ? നിങ്ങൾക്ക് കുറച്ച് സമാധാനമായിട്ട് നിന്നൂടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ പറയണം. രാവിലെ മുതൽ ഞാൻ എത്ര സമാധാനപരമായിട്ട് അവിടെ ഇരുന്നെന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാം. പോകുന്നവരും വരുന്നവരൊക്കെ എന്നെ അടിച്ചു, എന്നിട്ട് ഒരു അക്ഷരം പോലും ഞാൻ അവരുടെ അടുത്ത് തിരിച്ചു പറഞ്ഞിട്ടില്ല. അതുവരെ ഞാൻ സമാധാനമായിട്ട് തന്നെയല്ലേ നിന്നുണ്ടായിരുന്നത്. ഈ വിഷയത്തിലും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിന്നാ പോരായിരുന്നു. അവൻ പറയുന്ന വാക്ക് കഴിഞ്ഞാൽ എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക? ആദ്യം തന്നെ അവനിട്ട് 2 കൊടുക്കണമായിരുന്നു. എങ്കിൽ പോലും ഞാന് പല്ല് മുറുക്കെ പിടിച്ചിട്ട് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ നോക്കിയത്. അവൻ വായത്തൊന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നു. ഇത് കേട്ടിട്ട് ഞാൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നത് പോലെയാണ്, അതുപോലെ ഇരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതിയിട്ട് അയാൾ അടിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് രേവതി. എന്റെ കൺമുമ്പിൽ തെറ്റ് എന്നുള്ള കാര്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അടിക്കും. അങ്ങനെ എന്റെ കണ്ണിൽ പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ കള്ളെന്ന് വിളിച്ച സമയത്ത്
നീ ഒന്നും മിണ്ടാതെ ഒരു റൂമിൽ പോയിട്ട് കരയണായിരുന്നു. അപ്പോ എന്റെ കൺമുമ്പിലേക്ക് വരൂല്ല, ഞാൻ അടിക്കൂലായിരുന്നു. അപ്പോ ഇതെല്ലാം എന്റെ തെറ്റാണെന്നാണോ സച്ചേട്ടൻ പറയുന്നതെന്നുള്ള കാര്യം ചോദിച്ചു. നീ എന്തിനാ എന്റെ നെഞ്ചത്തിൽ വന്ന് കണ്ട് കിടന്ന് കരഞ്ഞത്? നീ കരയുന്നത് കണ്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റുമോ? നിന്നെ കള്ളത്തി എന്നും നീ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന പണത്തില് ഞാൻ കുടിക്കുന്നു എന്നുള്ള കാര്യമല്ലേ അയാൾ പറഞ്ഞത്? എത്ര നേരാണ് ഒരു മനുഷ്യൻ കേൾക്കാത്ത പോലെ നിൽക്കുന്നത്? ഇപ്പൊ ഇത് ഇത്രയും വലിയ പ്രശ്നമായി. അച്ഛൻ ഇതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം രേവതി പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ആ സംഭവം നടക്കുന്ന സമയത്ത് അച്ഛനും അവിടെ ഉണ്ടായിരുന്നല്ലോ, അച്ഛനും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ദേഷ്യപ്പെടാത്ത എന്റെ അച്ഛന് വരെ ദേഷ്യം വന്നു. അപ്പോ ഞാൻ എങ്ങനെയായിരിക്കും? 1000 കാരണങ്ങളുണ്ടാവും. നിങ്ങൾ ചീത്ത വിളിക്കുക എന്ത് വേണമെങ്കിലും പറയായിരുന്നു. പക്ഷെ കൈനീട്ടി അടിച്ചില്ലേ പ്രായമുള്ള മനുഷ്യനെ, അതും എല്ലാവരുടെ മുമ്പിൽ വെച്ച്. എന്താ നീ പറയുന്നത്? അയാളെ തനിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അടിക്കണമെന്നാണോ? അടിച്ചത് തെറ്റാന്നുള്ള കാര്യം പറയുന്ന എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾക്കൊന്നും ഒരിക്കലും സമാധാനമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. പറഞ്ഞ എന്നെ വേണം അടിക്കാൻ. ആനയെ കണ്ടിട്ടില്ലേ? ചെങ്കല്ല് വെച്ചിട്ടല്ലേ അതിനെ കെട്ടിയിടുന്നത്. ചെങ്കല്ല് വലിച്ചിരുന്ന ആനയ്ക്ക് പുറത്തു വരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന് പറ്റില്ല എന്ന് കരുതിയിട്ട് അത് അവിടെ നിൽക്കും. എന്നാ മതം ഇളകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാ എന്താന്നൊന്നും നോക്കാതെ എല്ലാത്തിനും തൂക്കിയടിച്ച് അടിക്കും. അതിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കാട്ടിലുള്ള ആനയെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കുള്ളൂ. ഇപ്പൊ ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ലല്ലോ എന്ന് രേവതി പറയുമ്പോ നീ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടൊന്നും വേണ്ട, അവരെ ഒന്നോളൂ. നീ വാ, ഫ്രൈഡ് റൈസ് ഇവിടുത്തെ നല്ലതാണ്, നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എനിക്കിപ്പോ എന്തോ കഴിക്കാനൊന്നും തോന്നില്ല, ഞാൻ കാറിൽ ഇരുന്നോളാം, നിങ്ങൾ പോയി കഴിച്ചിട്ട് വരാൻ വേണ്ടി പറയാണ്. നീ ഇപ്പൊ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പണിക്ക് പോകും. കാർ ഓടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോ അല്ല, ഞാൻ ബാറിൽ പോയിട്ട് നന്നായിട്ട് മദ്യപിക്കും. ഇപ്പോൾ ആ ദേഷ്യത്തിന് 2 ഫുൾ അടിച്ചു കഴിഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും സച്ചിയെ പിടിച്ചു വെക്കുന്നുണ്ട്. വേണ്ട വേണ്ട, ഞാൻ വരാം. ഇന്ന് നിങ്ങൾ ഒരാൾ പറഞ്ഞിട്ടും നിങ്ങൾ കുടിച്ചില്ല എന്ന് പറയുമ്പോ കണ്ടവന്മാരൊന്നും പറഞ്ഞു ഞാൻ കുടിക്കില്ല, എനിക്ക് തോന്നിയാൽ ഞാൻ കുടിക്കും. ഇപ്പൊ നീ കഴിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഞാൻ അങ്ങോട്ടാ പോവാ, നിന്നെ വീട്ടിലിറക്കി വിട്ട്. ചുമ്മാ നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ വരട്ടണ്ട എന്ന് രേവതി പറയുമ്പോ പിന്നല്ലാതെ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ അടിയുണ്ടാക്കിയത്, അതിൽ നിനക്ക് സന്തോഷമില്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇത്രയും പ്രശ്നമായില്ലേ, അതുകൊണ്ടാണ്. എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പാടില്ല. ഇപ്പൊ കഴിക്കുന്നുണ്ടോ അതോ ഞാൻ കുടിക്കാൻ പോണോ? കഴിക്കാൻ വേണ്ടി പോവാന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് രേവതിയും കൂട്ടി പോവാണ്. തുടർന്ന് മധുസൂദന്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. മധുസൂദൻ ഇങ്ങനെ തല കുനിച്ച് അങ്ങനെ ഇരിക്കുവാണ്. മഹിമയോ അടുത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ്. വർഷ റൂമിൽ ഇരുന്നിട്ട് ഫുള്ള് ഗെയിം കളിയാണ് കേട്ടോ. ഒരു ലെവലും കൂടി ഉള്ളൂ, ഇപ്പൊ ജയിക്കുന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് വർഷ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. വർഷയുടെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തിട്ട് ബെഡിലേക്ക് ഒരൊറ്റ ഏറാണേ. ഞാൻ വിൻ ചെയ്യുമായിരുന്നു, നീ എന്തിനാ ഇപ്പൊ ഇതെടുത്ത് കളഞ്ഞത്? ഞാൻ ഇവിടുന്ന് വിളിക്കുന്നത് പോലും കേൾക്കാതെ നീ ഗെയിം കളിച്ചോണ്ടിരിക്കല്ലേ? കേട്ടില്ല എന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? എല്ലാം ഞാൻ കേട്ടു. അപ്പോ വിളിക്കുന്നത് കേട്ടിട്ടും എനിക്കെന്താന്നുള്ള രീതിയിൽ നീ ഇരിക്കുവായിരുന്നല്ലേ? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ വർഷ. റെഡിയാവ്, നമുക്ക് പോവാം. നിന്റെ അടുത്താ പറയുന്നത്, റെഡിയാവ് വാ. എവിടേക്ക് എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ വീട്ടിലേക്ക്. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞാൻ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, പ്ലാറ്റ്ഫോമിലൊന്നുമല്ലല്ലോ. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ശ്രീകാന്ത് പറയുമ്പോ അതിന് നമ്മളെപ്പോഴാണ് വീട് വാങ്ങിയത്? 2 years കഴിഞ്ഞിട്ട് ലോൺ എടുത്തിട്ട് നമ്മൾ വീട് വാങ്ങാന്നല്ലേ പ്ലാൻ ചെയ്തത്. ഇതുവരെ നമ്മൾ വീടൊന്നും വാങ്ങിയില്ലല്ലോ. നീ എന്താ ജോക്കാണോ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറയുന്നത്. നമ്മുടെ വീട് എവിടെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ശ്രീകാന്ത്. നിനക്കെന്ന് പറഞ്ഞിട്ട് വീടൊന്നും ഇല്ലല്ലോ, അത് നിന്റെ അച്ഛന്റെ വീടാണ്. അയ്യോ സോറി, അത് നിന്റെ അമ്മയുടെ വീടാണ്. അവര് ഓരോ ദിവസവും അത് പറഞ്ഞു കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിന്റെ അടുത്ത് ചോദിച്ചോ? എന്റെ വീട്ടിലേക്ക് പോവാം, നീ വാ. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? എന്നെ കൊണ്ടൊന്നും വരാൻ വേണ്ടി പറ്റില്ല. എന്റെ അച്ഛനെ അടിച്ച് ആളുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല. എന്താ ആ വീട്ടിൽ സച്ചി മാത്രമേ ഉള്ളൂ? അവരും അവിടെ തന്നെയല്ലേ ഉള്ളത്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്റെ അച്ഛനെ അവരടിച്ചു, ആ വീട്ടിലേക്ക് ഞാൻ വരണോ? തെറ്റ് അവന്റെ ഭാഗത്ത് മാത്രമല്ല, നിന്റെ അച്ഛനും രേവതി ചേച്ചിയെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. രേവതി ചേച്ചിയെ കള്ളിയാക്കാൻ വേണ്ടി നോക്കി. ആ ദേഷ്യത്തിലാണ് സച്ചേട്ടൻ എന്റെ അച്ഛൻ ചെയ്തത് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ചേട്ടൻ ചെയ്തത് ഒരിക്കലും തെറ്റല്ലാതാവുന്നില്ല. വായ കൊണ്ട് സംസാരിക്കാൻ അറിയില്ലേ നിങ്ങളുടെ ഏട്ടന്? ഒരു എൽഡർ പേഴ്സൺ എന്നുള്ള കാര്യം പോലും നോക്കാതെ കൈനീട്ടി അടിക്കുന്നു. അത് കണ്ടിട്ട് എന്നെ എൻജോയ് ചെയ്യാനാണോ പറയുന്നത്? ഇല്ലെങ്കിൽ എന്റെ അച്ഛനെ നിന്റെ ഏട്ട അടിക്കുന്നത് കണ്ടപ്പോ നിനക്ക് ജോളിയായിട്ട് തോന്നിയോ? അതുപോലത്തെ ചീപ്പായിട്ടുള്ള മെന്റാലിറ്റി ഒന്നും എനിക്കില്ല. ഇപ്പൊ നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല. എന്റെ അച്ഛൻ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, എന്റെ അച്ഛൻ അടി വാങ്ങിയിട്ടുണ്ട്, അപ്പൊ ഫീൽ ചെയ്യല്ലേ ചെയ്യാ. നിന്റെ അച്ഛനെ കുറിച്ചിട്ടല്ല, എന്റെ അച്ഛനെ കുറിച്ചിട്ടാണ്. അച്ഛൻ ഇപ്പൊ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. ഓ, അപ്പൊ നിന്റെ അച്ഛൻ ഫീൽ ചെയ്യരുതെന്നുള്ള കാര്യം നീ വിചാരിച്ച കുഴപ്പമില്ല. അപ്പോ എന്റെ അച്ഛൻ എന്ത് നടന്നു കഴിഞ്ഞാലും ഞാൻ അത് കാഷ്വൽ ആയിട്ട് എടുക്കണം, അങ്ങനെയല്ലേ?
ഞാൻ അങ്ങനെ പറഞ്ഞോ? അച്ഛൻ വരാൻ വേണ്ടി പറഞ്ഞു വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയിക്കോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് വർഷേ ഇപ്പൊ ഒരു ഡിഷ് സ്പൈസിയോ അല്ലെങ്കിൽ സോൾട്ടോ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് എങ്ങനെ ശരിയാക്കണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കണം. ഇല്ലെങ്കിൽ അത് വലിച്ചെറിഞ്ഞിട്ട് വേറെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. അല്ലാതെ വീണ്ടും അത് തന്നെ കുക്ക് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാല് അത് ബേണായി തേഞ്ഞു പോയി ആർക്കും കഴിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാകും. അതുപോലെ തന്നെയാണ് ലൈഫും. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നിട്ട് അടുത്ത പണി നോക്കാൻ നോക്കണം. അതുമ്പോ തന്നെ പിടിച്ച് തൂക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ലൈഫ് ഒരിക്കലും ഹാപ്പി ആവില്ല. ഇത് കേൾക്കുമ്പോ വർഷ പറയുന്നുണ്ട്, ഓ നീ ഷെഫാണെന്ന് പ്രൂവ് ചെയ്യാണോ? കുക്കിംഗ് വെച്ച് ഫിലോസഫി പറയാണോ? അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ എന്റെ പ്രൊഫഷനെ കുറിച്ചിട്ട് പറയാം, നീ കേട്ടോ. ഒരു ക്യാരക്ടർക്ക് ഡബിങ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ട് വരുന്നത് വരെ സംസാരിക്കും. ഇല്ലെങ്കിൽ ആ ഡയലോഗ് നമ്മൾ വീണ്ടും കേൾക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് ആണ് നമുക്ക് ഓർമ്മ വരിക. അതുപോലെ തന്നെയാണ് ലൈഫും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നത് വരെ അടുത്ത വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നെ കൊണ്ട് അത്ര പെട്ടെന്ന് ഈസി ആയിട്ടൊന്നും മറക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ നിനക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റോ ഇല്ലയോ? പറ്റില്ല എന്ന് പറയണം കേട്ടോ വർഷ. അറ്റ് ദ സെയിം ടൈം നീ പോരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ തടുക്കൂല. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. അങ്ങനെ ശ്രീകാന്ത് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മഹിമയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ആന്റി ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന്. എവിടെയാ പോകുന്നത്? ഞാൻ പുറത്ത് പോവാണ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറയുമ്പോ വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയണേ. അപ്പോഴേക്കും മധുസൂദനെ കേൾക്കുമ്പോ മഹിമ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ വേണ്ടി അവരുടെ അടുത്ത് പറ. ഫംഗ്ഷനിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ വിശക്കാണ്ടിരിക്കോ? ഇത് കേൾക്കുമ്പോ മഹിമ പറയുന്നത് ഇപ്പോ കഴിക്കാൻ പറ്റിയ അവസ്ഥയിലാണ് അവനുള്ളത്. വിശന്നാലും കഴിച്ചാലും ഇറങ്ങില്ലല്ലോ. സന്തോഷമായിട്ട് തുടങ്ങിയ കാര്യം ഇങ്ങനെ ആയില്ലെന്ന് പറയുമ്പോഴേക്കും മധുസൂദനൻ പറയുന്നുണ്ടേ, അത് ഞാൻ കാരണമാണ്. മര്യാദ എന്താന്നുള്ള കാര്യം അറിയാത്തവനെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ റൗഡിക്കുള്ള അറിവ് അത്രേ ഉള്ളൂ. രേവതി ചേച്ചിയെ കുറിച്ചിട്ട് ഒരിക്കലും ഇവർ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പാടില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോ എന്ന് കരുതിയിട്ട് നിന്റെ ഏട്ടൻ ചെയ്ത കാര്യം തെറ്റാണല്ലാതാവോ എന്നുള്ള കാര്യം ചോദിക്കണേ മഹിമ. മൂത്തവരെന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ അവൻ കൈ നീട്ടിയാല് അതൊക്കെ എന്ത് ശീലമാണ്? വർഷയുടെ അച്ഛനാണെങ്കിൽ അത് വലുതാക്കാതെ അങ്ങ് വിട്ടു. പോലീസില് കംപ്ലൈന്റ് കൊടുത്തിട്ട് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിന്റെ ചേട്ടനെ ജയിലിൽ അടച്ചേനെ. ഇത് കേൾക്കുമ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്? പെണ്ണിനെ കല്യാണം കഴിച്ച് വിട്ടില്ലേ അങ്ങോട്ട്? മാനോ മര്യാദയൊക്കെ ഇറക്കി വെക്കേണ്ടി വരും. മാനോ മര്യാദയൊക്കെ എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. എന്റെ ചേച്ചിയുടെ മേല് മോശന കുറ്റം ചുമത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നം വരില്ലായിരുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് തന്റെ മേലുള്ള കുറ്റം എന്താന്നുള്ള കാര്യം ആദ്യം ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. രണ്ടെണ്ണത്തിന് നല്ല കണക്കിന് കൊടുത്തിട്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക് യു.